RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനപ്രശ്നം സ്വന്തം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ പുലർച്ചെ നടന്ന അർജന്റീന വിസസ് വെനസ്വേലിയ മത്സരത്തെ കുറിച്ചാണ്. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം മെസ്സിയുടെ അർജന്റീന ജേഴ്സിയിൽ അവസാനത്തെ ഹോം മത്സരമായിരുന്നു നടന്നത്. വളരെ വൈകാരികമായിട്ടായിരുന്നു കളി തുടങ്ങിയത്. കാണികൾ ഒന്നടക്കം മെസ്സിക്ക് വേണ്ടി അർത്ഥവിളികളോട് കൂടിയിട്ട് കണ്ണീരോടുകൂടിയാണ് മെസ്സി അവരെ അഭിസംബോധന ചെയ്തത്. അതിനുശേഷം കളി തുടങ്ങി 3-0 വെനസ്വേലിയെ പരാജയപ്പെടുത്തി. പടയാളികൾ ഒരുമിച്ച് രാജാവിന് സപ്പോർട്ടായി നിന്നു. തീർച്ചയായിട്ടും അത്രയും രസമായിരുന്നു കളി കാണുന്ന മെസ്സിയെ കൊണ്ട് ഗോൾ അടിപ്പിക്കണം എന്നുള്ളൊരു എല്ലാ ടീം അംഗങ്ങളും മൊത്തം ജൂലിയൻ ആൽവാരസും ആൽമാഡയൊക്കെ എടുത്ത അസിസ്റ്റുകൾ, മെസ്സിക്ക് കൊടുത്ത അസിസ്റ്റുകൾ, അത് അവർക്കൊക്കെ സുന്ദരമായിട്ട് ഗോളാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അവര് കറക്റ്റായിട്ട് രാജാവിനെ കൊണ്ട് തന്നെ യുദ്ധം ജയിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അവസാനത്തെ അംഗത്തിന് ഇറങ്ങുമ്പോൾ അത് ഒരു ഹാട്രിക്ക്, അതൊരു ചെറിയ തലനാരിഴിക്കാണ് മിസ്സായതെന്ന് പറയാം. ആ മൂന്നാമത്തെ ചിപ്പ് ഗോളും കൂടി ആ ഗോളാവായിരുന്നെങ്കിൽ ഓഫ് സൈഡിൽ പെട്ടുപോയതാണ്. അല്ലെങ്കിൽ ഇന്നലെ മെസ്സിയുടെ ഒരു ഹാട്രിക്കോട് കൂടിയിട്ടായിരുന്നു ഇന്നലെ കളി അവസാനിക്കേണ്ടത്. അതിന്റെ നിരാശയും മെസ്സിക്ക് ഉണ്ടായിരുന്ന ആ ഗോള് ആയതിനു ശേഷം ലൈൻ ലെഫ്റ്റ് ഓഫ് സൈഡ് ഫ്ലാഗ് പൊക്കിയപ്പോൾ. എന്തായാലും തീർച്ചയായിട്ടും അർജന്റീന ഫാൻസിന് ഉറക്കുവെച്ചത് നഷ്ടമായില്ല. നല്ലൊരു കളിയായിരുന്നു. കളി തുടങ്ങിയപ്പോൾ തന്നെ രണ്ട് ടീമുകളും, വെനസ്വേലിയ ആയിക്കോട്ടെ അതേപോലെ അർജന്റീന ആയിക്കോട്ടെ, രണ്ട് ടീമുകളും സ്പീഡ് ഗെയിമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ എടുത്തു പറയേണ്ടത് മെസ്സിയുടെ കളിക്ക് ആ ഒരു അൽമാഡി ആയിക്കോട്ടെ, അതേപോലെ ജൂലിയൻ ആൽവാരസ്, ഡീപോള്, പാരഡൈസ്, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് മെസ്സിയോടൊപ്പം. ഫസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്നും മെസ്സിയെ ഗ്രൗണ്ടിൽ കണ്ടിരുന്നില്ല. പക്ഷേ മെസ്സിക്ക് ബോൾ എത്തി തുടങ്ങിയ ശേഷം കളി വേറെ ലെവലായി തുടങ്ങി. അതേപോലെ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഗോൾ ആയിരുന്നെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പോൾ അത്ര മനോഹരമായിട്ട് ഇന്നലെ കളിച്ചു. 100 ഗോളുകൾ ആൻഡ് 100 ഗോളുകൾ ഇടതുകാല് കൊണ്ട് നാഷണൽ ടീമിന് വേണ്ടി അടിക്കുന്ന പ്ലെയറായി. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടത് റയൽ മാഡ്രിഡിന്റെ പുതിയ അർജന്റീന യുവതാരമായ 18-കാരനായ സാന്റിനോ. ഈ ചങ്ങായിയുടെ കളി ഇന്നലെ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു. ഒരു റൈറ്റ് വിങ്ങിൽ അത്യാവശ്യം ഉള്ളിലേക്ക് കയറി കളിക്കാനും അതേപോലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും. അപ്പോൾ എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും മെസ്സിയുടെ അഭാവത്തിൽ അർജന്റീന ഇനിയിപ്പോൾ അടുത്ത മത്സരം, യോഗ്യത മത്സരം നടക്കാൻ പോകുന്നത് ഉണ്ടാവില്ല. പരഗ്വയ്ക്കെതിരെയാണ്. പക്ഷെ ആള് ഉണ്ടാവില്ല, മെസ്സി കളിക്കില്ല. മെസ്സി എന്താ പറഞ്ഞാൽ ഇന്റർ മിയാമിയുടെ MSN ലീഗിലെ അവസാന മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, അവസാനത്തോട്ടും ലീഗ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പരുക്കിൽ നിന്ന് റിക്കവർ ആയിട്ടാണ് ആളോട് വന്നിരിക്കുക. ഇനിയും പരുക്ക് കണ്ടിട്ട് ആ ഒരു കളി റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ലയണൽ സ്കലോണിയായിട്ട് മെസ്സി സംസാരിച്ചു, അതോടുകൂടിയിട്ട് തീരുമാനിച്ചിരിക്കുക. പക്ഷെ സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ആളിപ്പോ തന്നെ ആലോചിക്കുകയാണ്, വേൾഡ് കപ്പ് കളിക്കണമെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. 2026 എന്താണ് മെസ്സി, നിങ്ങളുടെ കളി കാണാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ അർജന്റീനക്കാരൊക്കെ ഇത്രയും ആരാധകരും ഫുട്ബോൾ പ്രേമികളും കാത്തിരിക്കുന്നത്. 2026 അമേരിക്കയുടെ മണ്ണിൽ ആ പുൽത്തകിടുകളെ ചുംബിച്ചുകൊണ്ട് താങ്കളുടെ ബൂട്ടുകളിൽ നിന്നുള്ള സ്പർശങ്ങളേറ്റ് ഗോൾ വല എല്ലൊക്കെ ഉള്ളിലേക്ക് കയറുന്നത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കൊതിയായിട്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് ഒരുപാട് കാലമൊന്നും ഈ കാലിൽ നിന്നുള്ള സുന്ദരമായ നിമിഷങ്ങൾ കാണാൻ ഉണ്ടാവില്ല തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്. 2026 വേൾഡ് കപ്പും കളിക്കണം, അതേപോലെ പറ്റുകയാണെങ്കിൽ 2028 കോപ്പ അമേരിക്ക വരെയെങ്കിലും കളിക്കണം. ഒരു മാലാഗ പോയതിന്റെ ക്ഷീണം തന്നെ ഞങ്ങൾക്ക് എപ്പോഴും മാറിയിട്ട് അർജന്റീന ഫാൻസിന്. മാലാഗ വിട്ടുപോയിട്ട് ആ ഭാഗത്ത് അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു പ്രസ്സിംഗ് കളിക്കാനുള്ള, ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള പ്ലെയറെ ഇതുവരെ അർജന്റീനയ്ക്ക് കണ്ടെത്താനായില്ല. ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്, യുവതാരങ്ങൾ ഒരുപാട് പേര് വേണ്ടിയെങ്കിലും, പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ. അതേപോലെ നിങ്ങൾ ഈ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. നിങ്ങൾക്ക് പറ്റുന്ന കാലം വരെ നിങ്ങളുടെ കുറച്ച് സ്പീഡ് കുറയായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന കാലം വരെ 2028 കോപ്പ അമേരിക്ക വരെയെങ്കിലും നിങ്ങൾ ആ ഒരു അർജന്റീന നീലിയും വെള്ളിയും കലർന്ന അസുന്ദരമായ ജേഴ്സിയിൽ കളിക്കണമെന്ന് അർജന്റീന ആരാധകർ മൊത്തം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ അടുത്ത 26 വേൾഡ് കപ്പിൽ ഇല്ലാതൊന്നും പറയരുത്. അതൊക്കെ ഹൃദയത്തിൽ മറ്റേ കത്തി കൊണ്ട് കുത്തുന്ന പോലെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വേൾഡ് കപ്പിന് കളിക്കും അർജന്റീന. നല്ലൊരു എന്താ പറയാ, വാക്കുകൾ വരുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അർജന്റീന അടുത്ത വേൾഡ് കപ്പ് കളിക്കും. അതിൽ മെസ്സിയും ഉണ്ടാവും ക്യാപ്റ്റൻ പാൻഡായിട്ട്. മെസ്സിക്ക് സപ്പോർട്ടുമായിട്ട് ഒരു പിടി താരങ്ങൾ, ഒരു പിടി യോദ്ധാക്കൾ, ഒരു പിടി പടയാളികൾ തന്നെ പറയാം. അവര് എന്തിനും റെഡിയാണ്. ഇന്നലത്തെ കളി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ജൂലിയൻ ആൽവാരസും അൽമാഡയൊക്കെ അവർക്ക് ഉറച്ചടിക്കാൻ പറ്റുന്ന ഗോളുകളാണ്. അതേപോലെ ഫസ്റ്റ് ജൂലിയൻ ആൽവാരസിന്റെ അസിസ്റ്റില് ആ ഒരു ചിപ്പ് ഗോൾ ഉണ്ടല്ലോ, വേറെ ഏതൊരു പ്ലെയർ ആണെങ്കിലും അത് ഡയറക്റ്റ് അടിച്ച് ഡിഫൻഡർമാരുടെ ഗോൾ കീപ്പറിന്റെ മേലെ തട്ടി തെറിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നാണ് ആ ചിപ്പ് ഗോൾ വരുന്നത്. 3 ഡിഫൻഡർമാരെ കബളിപ്പിച്ചുകൊണ്ട് അതിങ്ങനെ ചാഞ്ഞിങ്ങനെ പോസ്റ്റിലേക്ക് ഇറങ്ങുക. മെസ്സിയുടെ ഗോളുകൾക്ക് അതാണ് ഒരു സൗന്ദര്യം. ഒരിക്കലും ഗോൾ പോസ്റ്റിലെ വലയെ വരെ വേദനിപ്പിക്കാറില്ല. അവരെ ചുംബിച്ചുകൊണ്ട് തഴുകിയിട്ടാണ് ആ ഗോളുകളൊക്കെ പോവാറ്. അതേപോലത്തെ ഒരു ഗോളായി ഇന്നലെ കണ്ടത്. ഭയങ്കര സുന്ദരമായിരുന്നു ആ ഫസ്റ്റത്തെ ചിപ്പ് ഗോൾ. പക്ഷെ
അത് ജൂലിയൻ ആൽവാരസിനും അതേപോലെ അൽമാറിക്കൊക്കെ അവർക്കൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവർ കൊടുത്ത ഒരു അസിസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഇന്നലെ മെസ്സിയെ കൊണ്ട് ആ അവസാനത്തെ ഒരു ഹാട്രിക് കൂടെ കംപ്ലീറ്റ് ആകായിരുന്നെങ്കിൽ ഇന്നലെ സമ്പൂർണ്ണമായിരുന്നു. ഡബിൾ അടിച്ചു, തീർച്ചയായിട്ടും ഡബിൾ അടിച്ചു, സുന്ദരമാണ് നല്ല കളി. ഞാൻ കൂടുതൽ കളിയെ കുറിച്ചൊന്നും പറയുന്നില്ല, അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവരും കളിച്ചു. പുതിയ താരങ്ങൾ അൽവാഡയും അതേപോലെ വസന്തന്യോ ഇവരുടെയൊക്കെ കളി അർജന്റീനയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ള പറയാം. ഇനി മെസ്സി ഇല്ലാത്തൊരു കളിയാണ് അടുത്ത് വരാൻ പോകുന്ന അടുത്ത യോഗ്യതാ മത്സരം. അപ്പൊ അതിലും ഗംഭീരമായിട്ട് കളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഞാനിതിന് കൂടുതൽ വിവരങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ സൂപ്പർ മത്സരമായിരുന്നു. എന്തായാലും നമുക്ക് മെസ്സിയുടെ കളികൾ ഇനിയും കാണാനുള്ള അവസരങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുക. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ വരുന്നുണ്ട്. മെസ്സി വരുന്നുണ്ടെങ്കിൽ പരമാവധി അർജന്റീന ആരാകുന്നത് പറ്റുമെങ്കിൽ നിങ്ങളത് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോയി കാണാൻ നോക്കുക. എന്താ പറഞ്ഞാൽ ഇനിയൊരു അവസരം, ഇനിയൊരു ചാമ്പ്യന്മാരായ അർജന്റീന, അതേപോലെ അതിന്റെ കൂടെ മെസ്സി, അങ്ങനൊരു സുവർണ അവസരം കേരളത്തിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. മറ്റ് വിദേശ രാജ്യങ്ങളിൽ ചിലപ്പോൾ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ കേരളത്തിൽ, ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ കാണാതെ പോയി കഴിഞ്ഞാൽ നമുക്കതൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ പരമാവധി ആൾക്കാർ കാണാൻ പറ്റുന്നവരൊക്കെ എത്രത്തോളം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വരുന്നുള്ളൂ, അപ്ഡേഷൻസ് വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ പരമാവധി കാണാൻ ശ്രമിക്കുക നാട്ടിലുള്ളവർ. അങ്ങനെ ഒരു മത്സരം കൂടി കഴിഞ്ഞു. പക്ഷേ കളി കഴിയുമ്പോൾ ഒരു സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. 3 ഗോളിന് ജയിച്ചു, 3-0 വിജയിച്ചു. ആധികാരികമായിട്ട് തന്നെയാണ് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനക്കാരായിട്ടാണ് യോഗ്യത നേടുന്നത്. എല്ലാം ശരിയാണ്. എന്നിരുന്നാലും ഈ ഒരു വിടവാങ്ങൽ പെട്ടെന്ന് അങ്ങനെ മനസ്സൊന്നും മാഞ്ഞു പോകില്ല. എല്ലാം നേടിയിട്ടാണ് ആൾ പോകുന്നത്. വേൾഡ് കപ്പും കോപ്പ അമേരിക്കയും ഒരുപാട് കാലം അർജന്റീനക്കാർ ഏറ്റുവാങ്ങിയ പരിഹാസങ്ങൾക്കൊക്കെ സ്കൊളോണി എന്ന കോച്ചും ഒരു പിടി പടയാളികളെയും കൂട്ടിയിട്ട് രാജാവ് തുടങ്ങിയ യുദ്ധത്തിൽ വിജയിച്ച് എല്ലാ സാമ്രാജ്യങ്ങളും അടക്കി ഭരിച്ചിട്ടാണ് പോകുന്നത്. റെക്കോർഡുകളുടെ പെരുമഴയാണ് ഇനിയുള്ളത്. അതിൽ കുറെ റെക്കോർഡുകളൊന്നും ഇനി ഒരു പ്ലെയർക്കും തകർക്കാൻ പറ്റാത്തതുണ്ട്. ഇനി എത്ര പുതിയ പുതിയ ആൾക്കാർ വന്നാലും തകർക്കാൻ പറ്റാത്ത അത്രയും വലിയ റെക്കോർഡുകളൊക്കെ ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് മത്സരങ്ങളേ ഉള്ളൂ. ഇന്നലെ ഉറപ്പ് വെച്ചിരുന്ന് കാണാം, വേറെ വഴിയില്ല. എന്താ പറഞ്ഞാൽ നാട്ടിൽ 5 മണിക്ക് കളി ഉണ്ടായിരുന്നത്, ഉറങ്ങാൻ തന്നെ ടൈമായി. അപ്പോൾ കളി കാണാന്ന് പറഞ്ഞാൽ ഇന്നലെ കളി കണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. എത്ര യുവതാരങ്ങൾ ഉണ്ടായിട്ടും ഈ 38കാരനായ ചങ്ങായി ലയണൽ മെസ്സിയാണ് ഈ യോഗ്യതാ മത്സരങ്ങൾ കംപ്ലീറ്റ് ആയപ്പോൾ, ഇത്രയും റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 8 ഗോളുകളായിട്ട് ടോപ്പ് സ്കോർ ലിസ്റ്റിലുള്ളത്. അസിസ്റ്റിൽ നമ്മുടെ കൊളംബിയയുടെ റോഡ്രി ക്രോസ് ആണ് ഉള്ളത്. അപ്പോൾ നോക്കിക്കോ, ഈ ഇത്രയും യുവതാരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ 38കാരനാണെന്ന് ആലോചിച്ച്, ചങ്ങായിക്ക് ചിലപ്പോൾ ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിച്ച് കഴിഞ്ഞാലും കുറച്ച് വേഗതയ്ക്ക് കുറവ് വരികയായിരിക്കും. പക്ഷെ പ്ലേ മേക്കിങ്ങിനോ ആളുടെ സ്കില്ലിനോ ആളുടെ കിക്കുകൾക്കൊന്നും ഒരു കുറവും വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് 2028 വരെയെങ്കിലും മിനിമം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കളിച്ചൂടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അർജന്റീന ഫാൻസിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതായിരിക്കും.